നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല തരത്തിലും പൊട്ടലും ചീറ്റലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് മുഴുവൻ സിനിമാ മേഖലയെ തന്നെയാണ് വേട്ടയാടുന്നതെന്നാണ് നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നത്. സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള ഒട്ടനവധി പേർ പങ്കുവയ്ക്കുന്ന വികാരവും അതുതന്നെയാണ്. ഈ അവസരത്തിൽ സ്പെസിഫിക് അല്ലാതെ സകലരെയും ബാധിക്കുന്ന ഒരു കാർപ്പറ്റ് ബോംബിംഗ് പോലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുകയാണ് സിനിമ സീരിയൽ നടിയായ ശ്രേയ രമേശ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലർക്കും ഒരു മസാലപ്പൊതിയായി മാറിയിരിക്കുന്നുവെന്നാണ് നടി വ്യക്തമാക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ മാത്രം ജോലി ചെയ്യുന്നത്. അവർ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാണ്. അവർ പുറത്തിറങ്ങി നടക്കുന്നവരാണെന്നുള്ള ഒരു ബോധ്യം കൂടി അവർക്കും വേണം. ഏതാനും ചിലർ പ്രശ്നക്കാരായിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ഒരു മുഴുവൻ ഇൻഡസ്ട്രിയെയും അധിക്ഷേപിക്കുന്നത് ഒട്ടും തന്നെ ശരിയായ നടപടിയല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ശ്രേയ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തിലേക്ക് വീണ് കിട്ടിയ വലിയൊരു മസാലപ്പൊതിയായി മാറിയിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. സ്പെസിഫിക് അല്ലാതെ സകലരെയും ബാധിക്കുന്ന ഒരു കാർപ്പറ്റ് ബോംബിംഗ് പോലെയായത്. സത്യത്തിൽ ഇവർ സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വേണ്ടത്ര കൺസേൺ ആയിരുന്നു. ആണെങ്കിൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കാതെ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയവരുടെ പേരുകൾ പുറത്തുവിടണം, നടപടിയെടുക്കണം. അതല്ലാതെ കണ്ട ഞരമ്പ് രോഗികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്ത് വൃത്തികേടുകളും ലൈംഗിക വൈകൃത കഥകളും പടച്ചുവിടാൻ അവസരമൊരുക്കലല്ലായിരുന്നു വേണ്ടത്. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേരുള്ള ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ സമൂഹ മാധ്യമത്തിൽ മോശക്കാരാക്കാനും സിനിമാ വ്യവസായത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുവാൻ അവസരമുണ്ടാക്കുകയുമല്ല വേണ്ടതെന്നും നടി പ്രതികരിച്ചു. അഭ്യൂഹം പലർത്തുന്ന കൂട്ടർ തിരിച്ചറിയാതെ പോകുന്നത് ഈ മേഖലയിൽ മാന്യമായി തൊഴിൽ ചെയ്ത് കുടുംബവുമായി ജീവിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തെ പറ്റിയാണ്. അവരുടെ പങ്കാളികൾക്കും മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതുണ്ട് എന്ന് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കണം. പടച്ചുവിടുന്ന അഭ്യൂഹ കഥകൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ സിനിമാ പ്രവർത്തകരോടും അവരുടെ സിനിമകളോടും വിമുഖത കാണിക്കില്ലേ? സ്വാഭാവികമായും അത് സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ തളർത്തും. ആയിരക്കണക്കിന് പേരാണ് സിനിമാ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നത്. അവർ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗവുമാണ്. ഏതാനും ചിലർ പ്രശ്നക്കാരായിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ഇൻഡസ്ട്രിയെ മൊത്തം അധിക്ഷേപിക്കുന്നത് തൊട്ട് ശരിയല്ല. റിപ്പോർട്ട് വന്ന ശേഷം പരക്കുന്ന അഭ്യൂഹങ്ങളുടെ ചുവട് പിടിച്ച് പലരും നേരിട്ടും ഫോൺ വഴിയും സോഷ്യൽ മീഡിയ വഴിയും കമ്മീഷൻ വെളിപ്പെടുത്താത്ത പേരുകൾ ആരെല്ലാമാണെന്നും നിങ്ങൾക്ക് മോശം അനുഭവമുണ്ടോ എന്നെല്ലാം നിരന്തരം എന്നോട് ചോദിക്കുന്നു. മറ്റുള്ളവരോടും ചോദിക്കുന്നുണ്ടാവാം. കഴിഞ്ഞ 12 വർഷമായി മലയാള സിനിമയിലെ ലെജൻസിന്റെ സിനിമകളിൽ ഉൾപ്പെടെ ഞാൻ പ്രവർത്തിക്കുന്നു. അവരിൽ ഒരാളും മോശമായി പെരുമാറിയിട്ടില്ല. സിനിമയുടെ ഫെയിം ആവോളം ആസ്വദിച്ച് പിന്നീട് അതിൽ നിന്നും പുറത്തായി വർഷങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഓരോന്നും പറഞ്ഞു പോയാൽ മതി. നിലവിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ പേരിൽ അവഹേളിക്കപ്പെടുന്നത്. പീഡിപ്പിച്ചു എന്ന് പറയുന്നവർ ചങ്കൂറ്റത്തോടെ ആ പേരുകൾ വെളിപ്പെടുത്തട്ടെ. അഭ്യൂഹങ്ങൾക്ക് അവസരമുണ്ടാക്കരുത്. എങ്ങനെയും സിനിമയിൽ അഭിനയിക്കണമെന്ന് കരുതി നടക്കുന്നവർ എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടുന്നുണ്ടാകാം. അത്തരക്കാരെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നതിന് മറ്റുള്ളവർ എന്തിന് ചീത്തപ്പേര് കേൾക്കണം? നമ്മൾ നമ്മളായി നിന്നാൽ ഒരാളും പ്രശ്നത്തിന് വരില്ല. വന്നാൽ അന്നേരം പ്രതികരിക്കണം. അതല്ലേൽ അത്തരം ആളുകളിൽ നിന്നും മാറിപ്പോകണം. അതാണ് എൻ്റെ രീതി എന്നും ശ്രേയ ചൂണ്ടിക്കാട്ടുന്നു. പ്രൊഡക്ഷൻ രംഗത്തുള്ളവരെ വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്. അഭിനേതാക്കൾ തങ്ങളുടെ സീൻ കഴിഞ്ഞാൽ പോകും. എന്നാൽ ഒരു സിനിമ എന്നത് യാഥാർത്ഥ്യമാകുവാൻ അഹോരാത്രം ജോലി ചെയ്യുന്നവർ. ഇത്തരം അഭ്യൂഹങ്ങളും അതുവെച്ചുള്ള മസാല വാർത്തകളും മൂലം അവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും സമൂഹത്തിനും മുമ്പിൽ അപമാനിതരാകുന്നവരുടെ വേദന തിരിച്ചറിയണമെന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു. ആർക്കെങ്കിലും ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും നടപടി സ്വീകരിക്കണം. പക്ഷേ മൊത്തം ആളുകളെയും ചെളിവാരി എറിയുവാൻ കടുത്ത ലൈംഗിക ദാരിദ്ര്യവും അത് സൃഷ്ടിക്കുന്ന വൈകൃത മനസ്സുകൾക്ക് സംതൃപ്തിയേകുന്ന വാർത്തകൾക്ക് അവസരം നൽകരുതായിരുന്നു. സിനിമാ ഇൻഡസ്ട്രിയിൽ വളരെ മാന്യമായി ജീവിക്കുന്നവർക്ക് നേരെ സൈബർ ഇടത്തിൽ അപഖ്യാതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും ശ്രേയ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.